ഈ സംസ്കൃത പമകരി അറിയോ? എന്നാ അതുകൊണ്ടൊന്ന് പാടുവോ? സംസ്കൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ ദിങ്കൃത ദ്രിമികിടമേളം തകതൻസരി സരിഗമ കിടതത്തക്കിങ്കിണ ദിം ദിമി താളം കൃത താളം ത്രിത ത്രിത സംസ്കൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ ദിങ്കൃത ദ്രിമികിടമേളം തകതൻസരി സരിഗമ കിടതത്തക്കിങ്കിണ ദിം ദിമി താളം കൃത താളം. ഓ, അവിടെ നിർത്തണ്ടായിരുന്നു തൽക്കാലം. അതിങ്ങനെ സംസ്കൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ തിങ്കൃത ദ്രിമികിടമേളം തകതന്തരി സരിഗമ കിടതത്തക്കിങ്കിണ തിന്തിമി താളം കൃത താളം. സംസ്കൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ തിങ്കൃത ദ്രിമികിടമേളം തകതന്തരി സരിഗമ കിടതത്തക്കിങ്കിണ തിന്തിമി താളം കൃത താളം. പൊളിച്ച്. താങ്ക് യു. ഫിനിഷിങ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു. നിറഞ്ഞു. അപ്പോ സന്തോഷമുണ്ട്. നമുക്ക് ഇടയ്ക്ക് പാട്ടും പാടിയിരിക്കാം. സന്തോഷം. ഇടയ്ക്കൊക്കെ വരണം. ഒരുപാട് ഇന്റർവ്യൂസും ഞാനിങ്ങനെ കാണാറുണ്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ പാട്ട് കേൾവിയിൽ പാട്ട് പാടാനും അതുപോലെ തന്നെ അതല്ലല്ലോ നമ്മളെ പാട്ട് എന്താണ്, പാട്ടിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറയുമ്പോൾ നമ്മളൊരു പുതിയൊരാൾ ആയി വന്ന് നമ്മൾ വേദിയിൽ പുതിയതായിട്ട് പാടുന്ന പോലെ നമുക്കൊരു ഫീൽ ചെയ്യും നമുക്ക് ഓരോ പാട്ടുകളെ കുറിച്ച് ചോദിക്കുള്ളൂ. അപ്പോൾ എന്തായാലും താങ്കളുടെ ഈ പറഞ്ഞ പോലെ പാട്ടുകളെ കുറിച്ചുള്ള ജ്ഞാനവും പാട്ടിനെ കുറിച്ച് പല രീതിയിൽ ചോദിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് ഇത്രയും സമയം. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാകപ്പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. എന്നാലും അതിപ്പോൾ ഒരു ക്ഷമിക്കുക, എല്ലാവരും ക്ഷമിക്കുക. ഈ പാട്ട് പാടി തന്നില്ലേ, സന്തോഷായില്ലേ? ഇങ്ങനെ ഒരു വ്രതമായതുകൊണ്ടാണ് പറയാൻ ഒരുപാടുണ്ട്, ഇങ്ങനെ പറഞ്ഞിരിക്കാൻ സുഖമാണ്. അതെ അതെ അതെ, അതാണ് ഞാനും അധികം ബുദ്ധിമുട്ടിക്കാത്ത. സമയം കഴിയുന്നവരെ എനിക്ക് ടെൻഷൻ ഉണ്ട്. ശരിക്കും നമ്മുടെ ഉമ്പായിക്കട പാട്ടൊക്കെ ഉണ്ടേ, നമ്മളെ മരണപ്പെട്ടുവല്ലോ ഉമ്പായി. പുള്ളിയൊക്കെ ഒരു നല്ലൊരു പാട്ട് ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒക്കെ പാടിയിരുന്നല്ല. ഞാൻ അഫ്സലൊക്കെ ചെറുപ്പത്തിൽ പുള്ളിയുടെ ഗസൽസൊക്കെ കേൾക്കുമായിരുന്നു. പിന്നെ റഫി സാബിൻ്റെ പാട്ടും പാടുമായിരുന്നു. നമ്മൾ പഴയ ഈ ദാസേട്ടൻ്റെ പാട്ട് പാടുന്നതിന് മുമ്പ് ഞാൻ റഫി സാബിൻ്റെ പാട്ടാണ് പാടിയിരുന്നത്. ആദ്യം എന്നെ ഹിന്ദിയാണ് പഠിപ്പിച്ചത്. പിന്നെ രക്ഷപ്പെടാതെ ആയപ്പോൾ എന്ന് മലയാളം പാടിന് രക്ഷപ്പെട്ടെന്നല്ല കേട്ടോ പറയണത്. കുറെ ചാൻസുകൾ നമുക്ക് കിട്ടി തുടങ്ങി. പിന്നെ ഒക്കെ ഒരു ദൈവാധീനമാണല്ല. നമുക്ക് അന്ന കാലഘട്ടത്തിലുള്ള ഇന്ന് ജഡ്ജിങ് പാനലിലൊക്കെ ഇരുന്ന് ഒരു പാട്ടൊക്കെ പാടുമ്പോൾ പറയും, ജഡ്ജസൊക്കെ പറയുമല്ലോ, അടുത്ത എൻ്റെ മൂവിയിൽ അദ്ദേഹത്തെ ഞാൻ വിളിക്കും ഓഡിയൻസിന് ഞാൻ അദ്ദേഹത്തിന് ചാൻസ്. അന്ന് ആരുമില്ല, അന്ന് പറയാൻ ആരുമില്ല. അന്ന് ഇരിക്കണൊക്കെ വിജയ മാസ്റ്റർ, വിദ്യാധരൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്ററൊക്കെയാണ്. അപ്പോൾ അവരൊന്നൊരിക്കലും തരുന്നൊരിക്കലും വിചാരിക്കണ്ട. അപ്പം അങ്ങനെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അവരെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അവർക്ക് മുമ്പിൽ നിന്ന് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതിന് മെഗാ ഫൈനലൊക്കെ കിട്ടി. ആ കാലഘട്ടത്തിൽ കുറച്ച് പ്രോഗ്രാംസൊക്കെ കിട്ടി. പക്ഷെ ഇന്ന് അന്ന് പാടി 2, 3, 4 സ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുള്ള പല ആളുകളും ഇന്ന് പിന്നണി ഗായരംഗത്ത് വളരെ സജീവമാണ്. പക്ഷേ എൻ്റെ ഒരു ഗ്രാഫ് ഭയങ്കര വളരെ മീൻസ് അത് ഞാനും എൻ്റെ ഒപ്പം തന്നെ ഞാനിങ്ങനെ ഫുൾ ടൈം മ്യൂസിക്കിലല്ല. ഞാനിങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സും അങ്ങനെ കുറച്ച് സോഷ്യൽ വർക്കും അങ്ങനെ കുറച്ച് എൻ്റേതായ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഗൾഫിലിടക്ക് പോകും. 10 കൊല്ലത്തെ വിസ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അവിടെ പോവുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക, ഓരോ ബിസിനസ്സിനും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാർട്ടാവുക, അതിനുവേണ്ടി ഓടി നടക്കുക. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്. റഫി സാറിനെ കുറിച്ച് പറഞ്ഞിട്ട് പാടാതെ പോകുന്നത്, പാടിക്കാതെ പോകുന്നത് ആരും ക്ഷമിക്കില്ല. ഫാദർ പാടി വന്ന് പഠിപ്പിച്ചിട്ട് റഫി സാബിൻ്റെ പാട്ടാണ്. ആജ്കൽ मैं ढल गया दिन हुआ तमाम तू भी सो जा सो गई रंग भरी शाम आजकल मैं ढल गया दिन हुआ तमाम तू भी सो जा सो गई रंग भरी शाम आजकल मैं ढल गया सो गया चमन चमन सो गई कली कली
सो गए हैं सब नजर, सो गई गली गली, सो गया चमन चमन, सो गई कली कली, सो गए हैं सब नजर, सो गई गली गली, नींद कह रही है चार लेके तेरा नाम, तू भी सो जा, सो गई रंग भरी शाम, आज कल मैं ढल गया, दिन हुआ तमाम, हो കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നില്ലെങ്കിൽ മുഴുവൻ പാട്ട് ഇടുന്നതായിരിക്കും. ഇൻഡിപെൻഡൻറ്റ് സീൻ ഇപ്പോൾ മാറി. ഇപ്പോൾ ഡെപ്സി, വേടൻ, ബേബി ജീൻ, ഇങ്ങനെ ഒരുപാട് പേരുടെ പേരെടുത്ത് പറയാൻ പറ്റുന്ന രീതിയിൽ മലയാളത്തിൽ വന്നു കഴിഞ്ഞു. മ്യൂസിക് ബാൻഡ്സും ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഇപ്പോൾ ഞാനിടയ്ക്ക് അറിവിനോട് സംസാരിക്കുന്ന സമയത്ത്, എൻജോയ് മീ അറിവിനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഈ മലയാളത്തിലെ മ്യൂസിക് ബാൻഡ്സിനെയൊക്കെ ഹൈപ്പർ ആക്കുന്ന ഒരു പരിപാടിയായിരുന്നു എൻജോയ് മീ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ കണ്ടുപിടിച്ചത് ഈ മ്യൂസിക് മോജോയും തൈക്കുടം ബ്രിഡ്ജും ഒക്കെയാണ് കണ്ടുപിടിച്ചത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ മലയാളി മുമ്പേ ആയിരുന്നു. പക്ഷെ അതിന് മുമ്പേ നടന്ന ആളാണ് നിങ്ങൾ ഇളയുന്നില്ല എന്ന് പറഞ്ഞ ബാൻഡ്. യെസ്, അത് ഭയങ്കര ഒരു സംഭവമല്ലേ? 2000 അതിൻ്റെ ആരംഭം. ഞങ്ങൾ 5 സിംഗേഴ്സായിരുന്നു. മനോജ് കൃഷ്ണൻ, പ്രദീപ് ബാബു, കിഷോർ വർമ്മ, സമദ്. ഞങ്ങൾ 5 പേര് ചേർന്ന് പണ്ട് നമ്മളൊരു സിംഗർ എന്ന നിലയിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോഴാണ് നമുക്ക്, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ കൊച്ചിയിലാണെങ്കിൽ ഞങ്ങൾക്ക് അത് പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കാണുള്ളൂ. എല്ലാവർക്കും കൂടി ഒരാഴ്ചയിൽ കാണാൻ വേണ്ടി ഒരു പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ത്രെഡ് കിട്ടിയത്. ഇതിൻ്റെ ഒരു പേരും വലിയൊരു ഹൈലൈറ്റാണിത്. അതായത് നമ്മുടെ മലയാളത്തിലൊരു ചാനൽ ഇളയനില എന്ന് ഇടണതിന് മുമ്പ് ഇതിനൊരു പേര് സജസ്റ്റ് ചെയ്യണമല്ലോ. പല പേരുകളും വന്നിരുന്നു. അപ്പോൾ അഫ്സൽ ഈ പറഞ്ഞ പോലെ ഇളയനില പ്രോഗ്രാമിന് പാടുന്നു. അപ്പോൾ ഇളയനില എന്നൊരു ഒരു അന്യഭാഷയിലുള്ളൊരു പാട്ടിൻ്റെ ഇത് ടൈറ്റിൽ കൊടുത്തിട്ട് നമ്മുടെ മലയാളത്തിലൊരു തുടങ്ങി എങ്ങനെ ഉണ്ടാവുന്നുള്ളൊരു പേരപ്പം തന്നെ നമ്മൾക്ക് ഇളയനില എന്നുള്ളൊരു ബാൻഡ് 2000 ഞങ്ങൾ കൊടുത്തു. കുറച്ച് പ്രോഗ്രാംസൊക്കെ ചെയ്തു, കുറച്ച് പോപ്പുലറായി. ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ്, ഞങ്ങളെല്ലാ സ്ഥലങ്ങളിലും പോകാനും നമുക്ക് സാധിച്ചു. ആ പ്രോഗ്രാം ഫസ്റ്റ് മ്യൂസിക് റിയാലിറ്റി ഷോയും അതുപോലെ മ്യൂസിക് ബാൻഡും നമുക്ക് അതിലൊരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ ഒരു ഭാഗമാക്കാൻ നമുക്ക് സാധിച്ചു. അതൊക്കെയാണ് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ. മുമ്പേ നടന്ന ഒരാളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ആദ്യത്തെ ബാൻഡ്, ആദ്യത്തെ മ്യൂസിക് റിയാലിറ്റി ഷോ. പിന്നെ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ആളുകൾ അറിഞ്ഞു തുടങ്ങിയ തൈക്കുടം ബാൻഡ്, അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ വേറെ കുറേ ഉണ്ടല്ലോ. താങ്ക് യു.